2008 ആ ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0041 പ്രൈസ് ആണ്. ഏകദേശം ചെറിയ ചുരുക്കമായ തുച്ഛമായ ഒരു വാല്യൂലാണ് അത് ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ആ 2025 ഇന്നത്തെ നമ്മൾ ഈ പ്രസന്റിൽ ഉള്ള വെബ്3 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് $1,00,000 ആണ്. ഏകദേശം 90 ലക്ഷം രൂപ ഇന്ത്യൻ മണി 2025 കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കറൻസി അന്ന് മാർക്കറ്റൈസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഒരു കമ്മ്യൂണിറ്റിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ പോലും 2022 G2 ഉച്ചകോടിയിൽ ഓഗസ്റ്റ് 4 നടക്കുന്ന G2 ഉച്ചകോടിയിൽ നിർമ്മലാ സീതാറാം ഒരു മുടിവ് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്തു. എന്ത്? CBDC എന്ന് പറയുന്ന സെൻട്രൽ ബാങ്കിന്റെ ഓൺ കറൻസി ഇറക്കാൻ വേണ്ടി, അത് സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ CBDC എന്ന് പറയുന്ന ഓൺ കറൻസി ഇറക്കപ്പെടാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയും 2023 G2 ഉച്ചകോടിയിൽ എന്ത് ചെയ്തു? അത് നിലവിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഡീസെൻട്രലൈസേഷനും സ്മാർട്ട് കോൺട്രാക്റ്റും ഒക്കെ നമ്മൾക്ക് സുപരിചിതമായി കേട്ട കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് സെക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ക്രിപ്റ്റോ മേഖലയിൽ ഏറ്റവും നല്ലൊരു പ്രൊജക്ട് ആണ് ഇത് കോയിൻ ഫോർജ്. അതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് കോയിൻ ഫോർജ്? വാട്ട് ഈസ് ദ കോയിൻ ഫോർജ്? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ കോയിൻ ഫോർജിനെ ആക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു കോയിൻ ഫോർജിനെ പറയുകയാണെങ്കിൽ ഇത് 100% ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബേസ്ഡ് ക്രിപ്റ്റോ ഏർണിംഗ് പ്രോഗ്രാം ആണ് ഇത്. അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് കോൺട്രാക്ട് അധിഷ്ഠിതമായിട്ടാണ്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്? ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ലെഡ്ജറിംഗ് ഫോം അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു കോഡിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ലെഡ്ജറിംഗിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവിടെ സേഫ് ആക്കി വെക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് കോൺട്രാക്ട് പറയുന്നത്. അപ്പം ബ്ലോക്ക് ചെയിനിൽ അധിഷ്ഠിതമായി റൺ ചെയ്യുന്ന ഏതൊരു പ്രൊജക്റ്റിലും നമ്മൾക്ക് തന്നെയാണ് അവിടെ ആക്സസ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇത് 100% ഓട്ടോമേറ്റഡ് ആണ്. വെച്ചാൽ ഒരു AI സിസ്റ്റം പോലെ സെക്യൂർ ആയതുകൊണ്ട് ട്രാൻസ്പെറന്റ് ആണ് ട്രാൻസാക്ഷൻ. നമ്മൾക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എവിടെ നിന്നാണ് ഈ ഫണ്ട് വന്നത്, എങ്ങോട്ടേക്കാണ് ഈ ഫണ്ട് പോയത് എന്ന് യുണീക്ക് ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. അതിനർത്ഥം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റെക്കോർഡിക്കൽ എന്ന് പറയുന്നതാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ സെർവറിലാണ് റെക്കോർഡ് ചെയ്തെങ്കിൽ ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു സെർവർ ഫാമിലാണ്, അല്ല ഓരോ ഡാറ്റാബേസും ഓരോന്നിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുന്നത്? ഇത് 100% ഡീസെൻട്രലൈസ്ഡ് മെത്തേഡാണ്. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ നമുക്ക് ഇന്ന ടൈമിങ്ങിന് ഇത്ര ഫണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയല്ല ഇത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ട്രാൻസാക്ഷൻ മെത്തേഡിൽ ഒരിക്കലും മ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രൊജക്ട് ആണ് ഇത് കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട്. ഇതിൽ നമ്മൾക്ക് 100% ആയിട്ട് പാസീവ് ഇൻകം ഉണ്ടാക്കാം, അതേപോലെ ആക്റ്റീവ് ഉണ്ടാക്കാം. മീൻസ് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് ഈ പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകാം 100% വരുമാനം ഉണ്ടാക്കാം. ഇത് ഗ്ലോബൽ ആക്സബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ ഈ വേൾഡിൽ എവിടുന്ന് നിന്നുകൊണ്ടും ഈ ഒരു പ്രൊജക്റ്റിനെ ആര് ആക്സസ് ചെയ്യുന്നു അതിലൂടെ ആർക്കും വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതും, അതിലൂടെ ഈ എൻട്രി ഭാഗമായി വരുന്ന സമയത്ത് ഗ്ലോബലി നമുക്ക് ഒരു ഇതിന്റെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായി കിട്ടുന്ന പല ഇൻകങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രൊജക്ടിന്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മിഷനും വിഷനും ഉണ്ട് അല്ലെ. നമുക്ക് ഏതൊരു കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പൊ എംപവറിന് ഒരു മിഷൻ ഉണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും. അതേപോലെ കോയിൻ ഫോർജിന് ഒരു വിഷനും ഒരു മിഷൻ ഉണ്ട്. മിഷൻ എന്ന് പറയുന്നത് ഈ വേൾഡിൽ ആരൊക്കെ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നു അവർക്കൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർ മെയിൻ ഘടകം എന്നുള്ളത്. കൂടാതെ ഇതിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോ പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് പോലെ ഓൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രൊജക്ടുകൾ ബാക്ക് എൻഡിൽ ഗെയിമിഫിക്കേഷൻ ഒക്കെ വരുന്ന അല്ലെങ്കിൽ മെറ്റാവേഴ്സ് ഒക്കെ വരുന്ന ഒരു പ്രൊജക്ടുകളിൽ റിലേറ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയിലാണ് ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ ഡിജിറ്റൽ കറൻസിയാണ്. നമ്മുടെ പണത്തിന്റെ അതേ രൂപമുള്ള ഒരു ഡിജിറ്റൽ എലമെന്റ് ആണ്. നമ്മൾ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപക്ക് കണക്കായിട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വാങ്ങാൻ പറ്റും. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബ്ലോക്ക് ചെയിനിലാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ വാലറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്ത് വെക്കുന്നത്. ഇന്ന് വേൾഡിലെ നമ്പർ 1 കറൻസി ബിറ്റ്കോയിൻ ആണെങ്കിൽ നമ്പർ 2 കറൻസി ഇത്തേറിയം ആണ് എന്നതുകൊണ്ട് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഇവിടെ നിലനിന്ന് പോയത് തന്നെ എന്തുകൊണ്ടാണ്? കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണെങ്കിൽ ഇത്തേറിയം ഇന്ന് നിലനിന്ന് പോകുന്നത് പ്രൊജക്ടുകളും പ്രോഗ്രാമുകളും ഉള്ളതുകൊണ്ട്. ആ ഇത്തേറിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ആയിരിക്കുന്നത് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഒറ്റ സ്റ്റേബിൾ പ്രൈസിംഗിൽ നടക്കുന്ന ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് മാറ്റിക് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ പോൾ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ബ്ലോക്ക് ചെയിൻ പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് ഇത്. 100% ഡീസെൻട്രലൈസ് ആയിട്ടുള്ളതും സെക്കൻഡുകൾ കൊണ്ട് 10,000 ചില്ലാനം ട്രാൻസാക്ഷനുകൾ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്ട് ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് ഇത്
നമ്മുടെ പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് കോയിൻ ഫോർജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം കിക്ക് ഓഫ് അറിയാം 2025 മാർച്ചിലാണ്, മാർച്ച് 10-ാം തീയതിയാണ് ഇതിന്റെ ഒരു ലോഞ്ചിങ് വരുന്നതെങ്കിലും ഇതിന്റെ ട്രാൻസാക്ഷൻ നമ്മൾക്ക് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ആക്സസ് വന്നിരിക്കുന്നത് 2025 13-ാം തീയതിയാണ്. അന്ന് നമ്മൾക്ക് 2 സ്മാർട്ട് കോൺട്രാക്റ്റുകളും ശേഷം ഇതിന്റെ ബാക്കിയുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്മാർട്ട് കോൺട്രാക്റ്റിലല്ല ഇത് കണക്ട് ചെയ്യുന്നത്, പല സ്മാർട്ട് കോൺട്രാക്റ്റുകൾ മീൻസ് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് യുണീക്ക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചില ഒരാൾക്കും ഇതിനെ മാനിപ്പുലേഷൻ ചെയ്യാത്ത രീതിയിലാണ് ഇതിന്റെ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം Q3-ലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രീമിയം കോൺട്രാക്റ്റുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എന്താണ് നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ മനസ്സിലാക്കും. കൂടാതെ ഈ പ്രൊജക്ടിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടി ക്വാണ്ടിറ്റി ഈ കമ്മ്യൂണിറ്റിയിലൂടെ എന്ത് ചെയ്യുക, മാർക്കറ്റൈസ് ചെയ്യാനും അതിനെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും ആ കറൻസിയുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ തന്നെ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുന്നു, ഈ കറൻസിയുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിവിധ തരം പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നു. ഓൺ ബ്ലോക്ക് ചെയിനിലൂടെ റൺ ചെയ്യുന്ന ഗെയിമിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കറൻസിന്റെ വാല്യൂ ബൂമിംഗ് ആവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 100 കോടി കറൻസിന്റെ ബാക്കെൻഡിലാണ് ഈ പ്രൊജക്ട് നടക്കുന്നെങ്കിലും അതിൽ 30 കോടി ഈ പ്രൊജക്റ്റിൽ ആരൊക്കെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, ഈ വേൾഡിൽ എവിടെ നിന്ന് അസോസിയേറ്റ് ചെയ്യുന്നോ അവർക്കൊക്കെ ഇതിന്റെ ബൈ ടോക്കൺ ആയിട്ട് 30 കോടി ടോക്കൺ കിട്ടും എന്നുള്ളതാണ്. ദെൻ ആ ടോക്കണുകൾ ഉപയോഗിച്ചുകൊണ്ട് എയർ ഡ്രോപ്പിലൂടെ നമുക്ക് ഇതിന്റെ ഓൺ കറൻസികൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഈ കറൻസി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Q4-ലാണ്, മീൻസ് ഡിസംബർ മാസത്തോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ കറൻസി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഓപ്പൺ മാർക്കറ്റിൽ 0.50. അതും ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.50-ലാണ് മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുകയും 0.50 തന്നെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ കയറും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഈ പ്രൈസ് എങ്ങനെ കയറുക, ഇതിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഡിമാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിന്റെ ഡെവലപ്പേഴ്സ് ഇതിനുള്ള ശേഷമുള്ള റോഡ് മാപ്പിലൂടെ ഇതിന്റെ വിവിധ തരം പ്രോഗ്രാമുകൾ വരുന്നതോടെ അവിടെ ആ കറൻസി യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് വരുമാനങ്ങൾ അപ്പോഴും ഏതിലൂടെ ഉണ്ടാക്കാം, ഇതിന്റെ ഓൺ അസറ്റ് ബൈ ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിന് അസോസിയേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കറൻസി നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കൂടാതെ ഇതിന്റെ റോയാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ലോയൽ കസ്റ്റമർക്ക് നാളെ ജനുവരി മാസത്തോടുകൂടി എന്ത് ചെയ്യും, 2026 ജനുവരി 1 വാരത്തോടെ റോയാലിറ്റി ഇൻകം കിട്ടും, എല്ലാ മാസവും 1-ാം തീയതി കിട്ടുമെന്നാണ് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന റോയാലിറ്റി മീൻസ് NFT രൂപത്തിലാണ്, നോൺ ഫഞ്ചബിൾ ടോക്കൺ ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുക. അത് മാർക്കറ്റ് പ്ലേസിൽ നമ്മളിപ്പോ ക്രിപ്റ്റോ കറൻസി ഓപ്പൺ സി മാർക്കറ്റിൽ സെല് ചെയ്യുന്നത് പോലെ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്പൺ സി മാർക്കറ്റിൽ സെല് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് ഗെയിമിങ്ങിൽ കടന്നുകൊണ്ട് വരുമാനങ്ങൾ ഉണ്ടാക്കാം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ മെക്കാനിസം ഞാൻ പറഞ്ഞു, ബ്ലോക്ക് ചെയിൻ പോളിഗൺ ബ്ലോക്ക് ചെയിനാണ് റൺ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പോളിഗൺ യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, സെക്കൻഡുകൾ കൊണ്ട് 10,000 ചില്ലാനം ട്രാൻസാക്ഷൻ ചെയ്യാനും ചെറിയൊരു ഗ്യാസ് ഫീ മാത്രമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാൻ കാരണം. കൂടാതെ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് USDT ഡോളറാണ്. USD ഡോളർക്ക് ഇക്വലന്റ് ആയിട്ടുള്ള USDT ഡോളർ, ടെതർ ഡോളർ വെച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാ ഇതിൽ ആക്സസ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കോൺട്രാക്റ്റുകൾ എന്താണ്, ട്രാൻസ്പെറന്റ് ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, വൺസ് ഈ പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂട്ടബിൾ ആണ്, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത് കൊണ്ട് ട്രാൻസ്പെറന്റ് ആണ്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമുക്ക് ഒരിക്കലും ഇത് മ്യൂട്ടബിൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ് നടക്കുന്നത്. ഇതിന്റെ പേ ഔട്ട് ഒരിക്കലും അഡ്മിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇത്ര പേയ്മെന്റ് സെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല, 100% നമ്മൾക്ക് ഡീസെൻട്രലൈസ്ഡ് മെത്തേഡിലാണ് ഈ പേ ഔട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് പേ ഔട്ട് കിട്ടുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി തരാം. സ്മാർട്ട് കോൺട്രാക്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇതിന് എന്തില്ല, ഒരു ഫ്രോഡിങ് ഇല്ല അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ്. ഫുള്ളി സെക്യൂരിറ്റിയാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഗ്ലോബലി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രൊജക്ടിന്റെ ഭാഗമാകണമെങ്കിൽ യൂസർ രജിസ്ട്രേഷൻ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡിജിറ്റൽ വാലറ്റ്, ബ്ലോക്ക് ചെയിൻ വാലറ്റ് എന്താണ് നമുക്ക് ഇവിടെ വേണം. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലേഷൻ ആയിട്ടുള്ള ഒരു വാലറ്റുകളാണ് ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റുകൾ. ഇതിൽ ഏത് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഡീസെൻട്രലൈസ് സ്മാർട്ട് കോൺട്രാക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഡീസെൻട്രലൈസ് ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനും ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് അവിടെ ഒന്നും ആവശ്യമില്ല, ഒരു ഫണ്ടിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ചെറിയൊരു മാറ്റിക്കിന്റെ മാത്രം ആവശ്യമേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ നമ്മൾക്ക് ഇതിൽ വരുമാനങ്ങൾ വന്ന് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, സ്മാർട്ട് കോൺട്രാക്റ്റുകളിലെ ആക്ടിവേഷൻ നടക്കണം, അല്ലെങ്കിൽ അതിൽ എലിജിബിലിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൽ ഓണർഷിപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ യൂസേഴ്സ്
ആക്സസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യും 100% വരുമാനങ്ങൾ കിട്ടുന്നു. അതിന്റെ കോഡിംഗ് ഏത് രൂപത്തിലാണോ ചെയ്തു വെച്ചാൽ അതിനനുസരിച്ച് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു ഇൻകം കിട്ടുന്നു എന്നുള്ളതാണ്. കൂടാതെ നമുക്ക് ഇവിടെ പാസീവ് ആയിട്ട് ഇൻകം ഉണ്ട്, ആക്റ്റീവ് ആയിട്ട് ഇൻകം ഉണ്ട്. പാസീവ് ആയിട്ട് ഇൻകം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനും മറ്റുള്ളതിലൂടെ കിട്ടിയിരിക്കുന്ന ടോക്കണിലൂടെയും നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 40% നമുക്ക് ഡയറക്റ്റ് റെഫറൽ ഇൻകം കിട്ടും. 8% ഇൻഡയറക്റ്റ് ആയിട്ടും അതേപോലെ ഡയറക്റ്റ് മീൻസ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8% ലെവൽ ഇൻകവും ഇൻഡയറക്റ്റ് നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം കിട്ടുമെന്നുള്ളത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കിലൂടെ കിട്ടുന്നതാണ്. ഒരിക്കലും ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഈ ടീമിനെ അങ്ങനെ മാറ്റിയെടുക്കാനോ മാറ്റി തിരിക്കാനോ മറ്റേയുള്ള MLM കൺസെപ്റ്റിൽ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ മണി ചെയിനിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെ വ്യക്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ചാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കൊക്കെ എനർജി ടോക്കണുകൾ കിട്ടും. ആ എനർജി ടോക്കൺ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും വലിയ രീതിയിലേക്ക് ഉപകരിക്കും. ഇവിടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് റൈസ് എന്നാണ്. നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് ആദ്യം എൻ്റർ ആയിട്ട് ചെയ്ത് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് വ്യക്തമായ ഒരു സ്മാർട്ട് കോൺട്രാക്ടിങ് അഫിലിയേറ്റ് റഫറൽ ഏണിംഗ് പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ അഫിലിയേഷൻ ചെയ്തുകൊണ്ട് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊജക്ട് ആണ് ഫോഴ്സ്ഡ് റൈസ് എന്ന് പറയുന്നത്. അതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാം. റഫറൽ ഇൻകം ഉണ്ടാവും, ജനറേഷൻ ഇൻകം ഉണ്ട്, ഗ്ലോബൽ ഷെയറിംഗ് ഉണ്ട്, അതുപോലെ എനർജി ടോക്കൺ ഉണ്ട്, ഫ്രീ ക്രിപ്റ്റോ എയർ ഡ്രോപ്സ് ഉണ്ട്, കൂടാതെ റോയാലിറ്റി ഇൻകം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രൊജക്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ 9 ടൈപ്പ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ട്. അതിൽ പ്രീ ലോഞ്ചിങ് പറയുകയാണെങ്കിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. കമ്മിങ് സൂൺ നെക്സ്റ്റ് Q3 വരുന്ന കോൺട്രാക്റ്റുകളാണ് 9 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ. അത് 7, 8, 9 വാല്യൂ വരുന്നത് 500, 1000, 1500. അപ്പൊ അതിന്റെ കാര്യം നമ്മൾക്ക് പിന്നീട് പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഇത് അതിനുശേഷം വരുന്ന 7, 8, 9 ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ടോട്ടലി ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് അവിടെ വിവിധ തരം പ്രൈസുകളായിട്ടാണ് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഒന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് $50 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ആ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും 100% അതിൽ എന്താണോ കോഡിംഗ് സിസ്റ്റം അതിൽ സെറ്റ് ചെയ്ത് വെച്ച് ബ്ലോക്ക് ചെയിനിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ വാല്യൂ നമ്മൾക്ക് വരുമാനം കിട്ടും. സെക്കൻഡ് പറയുകയാണെങ്കിൽ $100 ആണ്. തേർഡ് പറയുകയാണെങ്കിൽ $150 ആണ്. ഫോർത്ത് പറയുകയാണെങ്കിൽ 200, 250 അങ്ങനെ വന്ന് $300 പ്രകാരം ടോട്ടലി വന്ന് $1050 സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഒരു വ്യക്തി ഇതിലേക്ക് സ്മാർട്ട് കോൺട്രാക്ട് പ്രകാരം ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. 1050 ആയിരിക്കട്ടെ, അല്ലെങ്കിൽ 300 ആയിരിക്കട്ടെ, അല്ലെങ്കിൽ $50, ഈവൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് $50 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു $1050 മൊത്തം 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നതുകൊണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റി മീൻസ് എംപവർ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഈ ഗ്ലോബലി ഈ കോയിൻ ഫോർജിന്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എവിടെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന വരുമാനം ഗ്ലോബൽ ഷെയറിംഗ് ആണ്. നിങ്ങൾ അതിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിലുള്ള ഓണർഷിപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ 6 കോൺട്രാക്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1050 പ്രകാരം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അനിൽ സാർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം 100ാമത്തെ ഒരു വ്യക്തിയാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും, 100ന് ശേഷം വരുന്ന എത്ര കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എത്ര മെമ്പേഴ്സ് ഗ്ലോബലി എവിടെ നിന്ന്, ഇപ്പൊ അമേരിക്കയിൽ നിന്നായിരിക്കട്ടെ, UK എവിടെ നിന്നായിരിക്കട്ടെ, UAE നിന്നായിരിക്കട്ടെ, എവിടെ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നായിരിക്കട്ടെ, അല്ലെങ്കിൽ തമിഴ്നാട് നിന്നായിരിക്കട്ടെ, എവിടെ നിന്നായിരിക്കട്ടെ, ഒരു എൻട്രി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് എലിജിബിലിറ്റി, ഗ്ലോബൽ ഷെയർ ഇൻകം കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഇതിൽ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ട് കിട്ടുന്ന ഇൻകം ഉണ്ട്, ജനറേഷൻ ഇൻകം, അത് പാസീവ് ആയിട്ടും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആക്റ്റീവ് ആയിട്ട് എന്ത് കിട്ടും, നിങ്ങൾ റെഫറൽ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ജനറേഷൻ ഇൻകം കിട്ടും, അതേപോലെ റെഫറൽ ഇൻകം കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു വ്യക്തിയും ഇതിൽ അസോസിയേറ്റ് ചെയ്തിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ കോൺട്രാക്ടിന്റെ പ്രത്യേകത കണ്ടു മാത്രം വന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, പാസീവ് ആയിട്ട് ജനറേഷൻ ഇൻകം കിട്ടും എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾക്ക് പറയുകയാണെങ്കിൽ റെഫറൽ ഇൻകം എന്ന് പറഞ്ഞാൽ 40% ഫിക്സ്ഡ് ആണ്. നിങ്ങൾ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് $1050 ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന $1050 ഇക്വലന്റ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ആ $1050 40% പ്ലസ് 8% കിട്ടും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി ഒരു വ്യക്തി ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലിങ്ക് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് $1050 40% $420 ആണ്. പ്ലസ് നിങ്ങൾ നെറ്റ്വർക്കിൽ അദ്ദേഹം കണക്ട് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 8% കൂടിയാണ്. മീൻസ് ജനറേഷൻ ഇൻകം 5 ഡയറക്റ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും, ഒരു പോയിന്റ് ഓഫ് ഇൻകം കിട്ടിയിട്ടുണ്ടാവും. അത് അൺലിമിറ്റഡ് ആണ്, ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്ക് 100% റെഫറൽ ഇൻകം ജനറേഷൻ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
8% ആനുപാതികമായി നിങ്ങൾക്ക് ജനറേഷൻ ലിങ്ക് കിട്ടും 5 മെട്രിക്സിൽ നിന്ന്. അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് 3905 ടോട്ടലി നെറ്റ്വർക്കിന്റെ കണക്ഷൻ വരുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ ഏകദേശം 1,70,00,000 നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കൂടാതെ നിങ്ങൾ ഇതിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ 9 സ്മാർട്ട് കോൺട്രാക്ട് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റോയാലിറ്റി ഇൻകം കിട്ടുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ബാക്കിൽ സ്ലൈഡിൽ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഒരു വ്യക്തി $50 വെച്ചിട്ടാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന $50 ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അനിൽ സാറിന്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ഞാനാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നതെങ്കിൽ ഞാൻ ഒരു എൻട്രി അവിടെ ആക്സസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് കിട്ടുന്നത് $50 40% മീൻസ് $20 ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ 3905 ടോട്ടൽ നെറ്റ്വർക്ക് കണക്ഷൻ 5 മെട്രിക്സ് ആയതുകൊണ്ട് ഈ നെറ്റ്വർക്കിൽ എവിടെ പോയി ഞാൻ പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞാലും 5 ലൈനപ്പിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഈ $50 40%-ൽ 8% അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ്. 8% മീൻസ് $4 കിട്ടും എന്നുള്ളതാണ്. ഇനി $100 ഞാൻ ആക്സസ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? $40 വരുമാനം കിട്ടും, പ്ലസ് $8 എന്ത് കിട്ടും? ജനറേഷൻ ഇൻകം കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്തൊരു റെഫറൽ എന്റെ നെറ്റ്വർക്ക് പ്രകാരം കണക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് $100 എന്ത് അദ്ദേഹത്തിനും കിട്ടും? എനിക്ക് കിട്ടുന്നത് പോലെ അദ്ദേഹത്തിനും എന്ത് കിട്ടും? 8% ജനറേഷൻ ഇൻകം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്കും ആരാണോ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് അവിടെ ഓട്ടോ പ്ലേസ് നടക്കുകയും അതിലൂടെ എന്ത് ചെയ്യും? വരുമാനങ്ങൾ നേടാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. $100 40 കിട്ടുന്നുണ്ടെങ്കിൽ $150 $60 നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവാം. ആ സമയത്ത് നിങ്ങൾക്ക് ജനറേഷൻ ഇൻകം കിട്ടില്ല. നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഗ്ലോബൽ ഷെയർ ഇൻകം കിട്ടും. അത് കൂടാതെ $200 നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്? 200ന്റെ 40% വരുമാനം കിട്ടുന്നുണ്ടാവും. സോറി, 150ന് $60 നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? റഫറൽ ഇൻകം കിട്ടുന്നുണ്ടാവും, ഗ്ലോബൽ ഷെയറിംഗും കിട്ടുന്നുണ്ടാവും. കൂടാതെ $200 നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? 200ന്റെ 40% എന്ന് പറഞ്ഞാൽ $80 നിങ്ങൾക്ക് അവിടെ വരുമാനം കിട്ടുന്നുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് അതിന്റെ ജനറേഷൻ ഇൻകം കിട്ടുന്നു. അങ്ങനെ വന്ന് നിങ്ങൾക്ക് 9 സ്മാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ 3905 നെറ്റ്വർക്ക് കണക്ഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? അൺലിമിറ്റഡ് ഇൻകം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജനറേഷൻ ഇൻകം അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രം ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒരു വ്യക്തിക്ക് മാത്രമുള്ള നെറ്റ്വർക്ക് അല്ല. ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ എന്ന വ്യക്തിയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 3905 കണക്ഷൻ ആണെങ്കിൽ എന്റെ ഡയറക്റ്റ് റെഫറിൽ 5 റെഫറിൽ മാത്രം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ നിങ്ങളാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെറും 5 റെഫറിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? 5 നെറ്റ്വർക്കിലൂടെ ഒരുപാട് ടീമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അതാണ് നിങ്ങളെ സ്പോൺസർ ആരാണോ, സ്പോൺസറിന്റെ 5 ലെവൽ ആരാണോ അവരൊക്കെ എന്ത് കിട്ടും? നിങ്ങളെ 4 ലെവലിലും 3 ലെവലിലും വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? നിങ്ങളെ റഫറിൽ അല്ലെങ്കിൽ നിങ്ങളെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരും കൂടി സഹായിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു വ്യക്തി വിചാരിച്ചെന്ത് ഒരു സുപ്രഭാതത്തിൽ ഈ നെറ്റ്വർക്ക് അങ്ങനെ പറിച്ച് വേറെടുത്ത് നടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഇതെന്താണ്? ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായി റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന വ്യക്തി ഒരു 5 റഫറിൽ കൊണ്ടുവച്ച സമയത്ത് ഞാൻ ഡയറക്റ്റ് റഫറിൽ 5 റഫറിൽ വെക്കുകയും അതും 1050 പ്രകാരം ഞാൻ വെക്കുകയും ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം $2300 സംതിങ് ആണ്. ഏകദേശം 2,10,600 രൂപയുടെ അടുത്ത് വാല്യൂ കിട്ടും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യണം? എന്റെ 5 റഫറിൽ ഞാൻ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി തന്നാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ നെറ്റ്വർക്കും കൂടിയാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആൾക്കും 5 കണക്ഷൻ വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചോളം 25 കണക്ഷൻ വരുന്ന ഒരു നെറ്റ്വർക്കാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തി വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, ഒന്നാമത്തെ വ്യക്തി ഞാനാണെങ്കിൽ എന്റെ 5 ആൾക്കാരും കൂടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് അടുത്ത 25 സ്റ്റെപ്പിലേക്ക് എത്തുന്നത്. ഇനി 25 + 5 + 1 ഞാൻ 31 ആൾക്കാർ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ 31 ആൾക്കാർ കോർഡിനേഷൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് 125ന്റെ നെറ്റ്വർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തിയും വർക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാലും ആ വ്യക്തിക്കും വരുമാനങ്ങളുണ്ട്. കൂടാതെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒന്നുണ്ട്, അൺലിമിറ്റഡ് ആയിട്ട് വരുമാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് കണക്ഷൻ വരുന്നത് എന്നും കൂടി മനസ്സിലാക്കി തരാം. സോ എക്സ് എന്ന് പറയുന്നത് ഞാനാണെന്ന് വിചാരിക്കാം. ഞാൻ 5 റഫറിൽ വെച്ചിരിക്കുന്നു, ABCDE എന്ന് പറയുന്ന 5 റഫറിൽ. ഓക്കെ, ഞാൻ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുകയും എന്റെ നെറ്റ്വർക്കിൽ കണക്ട് ആയിരിക്കുന്ന അവര് ഈ 2 റഫറിൽ വന്ന് കണക്ഷൻ ആയി. ചില ആൾക്കാർ 1 റഫറിൽ കണക്ഷൻ ആക്കിയിട്ടുണ്ടാവും, ചില വ്യക്തികൾ 3 റഫറിൽ കണക്ഷൻ ആക്കിയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ എന്ന വ്യക്തി 5 റഫറിൽ വെക്കുന്ന സമയത്ത് എന്റെ 5 റഫറിലോടുകൂടി എന്റെ റഫറിൽ അവിടെ തീരുന്നില്ല. എനിക്ക് എത്ര റഫറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? എന്റെ അഫിലിയേറ്റഡ് അല്ലെങ്കിൽ എന്റെ സ്മാർട്ട് കോൺട്രാക്ട് ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 5 റഫറിൽ ചെയ്തു. ഇനി 6ാമത്തെ ഒരു റഫറിലും കൂടി ഞാൻ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്റെ ഡി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എന്റെ ഈ നെറ്റ്വർക്കിൽ ഈ അഞ്ചാളിൽ ആരാണോ വീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഒരു റെഫറലും വെക്കാത്ത അല്ലെങ്കിൽ ഒരാളും അഫിലിയേറ്റ് ചെയ്യാത്ത വ്യക്തി ആരാണോ അദ്ദേഹം പാസീവ് ഇൻകം മാത്രം കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആളായിട്ടാണ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്കിൽ വീക്ക് പോയിന്റ് ആണ് അവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ 5 ഡയറക്റ്റ് റെഫറൻസ് കാണുന്നുണ്ടാവും അല്ലെ. ഇവിടെ ഈ സ്ട്രക്ചർ പ്രകാരം ഇവിടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ ഞാൻ ഒരു ആറാമത്തെ ഒരു റെഫറൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വീക്ക് പോയിന്റ് അവിടെ ചെക്ക് ചെയ്യും, അദ്ദേഹത്തിന് പോയി പ്ലേസ് ആവുകയും ഇപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ട് ഡിക്ക് D2 എന്ന് പറയുന്ന ഒരു വ്യക്തി കണക്ഷൻ ആവുകയും ഡിക്ക് എന്ത് കിട്ടും, ഡിക്ക് എന്നിലൂടെ പാസീവ് ആയിട്ട് ജനറേഷൻ ഇൻകം ക്രിയേറ്റ് ചെയ്യും. അദ്ദേഹം എത്രയാണോ സ്മാർട്ട് കോൺട്രാക്ട് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, $48 വരുമാനം കിട്ടുകയും കൂടാതെ എനിക്ക് $48 വരുമാനം കിട്ടുകയും എന്റെ നെറ്റ്വർക്കിൽ ആരൊക്കെയാണോ കണക്ഷൻ ആയിരിക്കുന്നത് അവർക്കൊക്കെ എന്ത് ചെയ്യും, $48 കിട്ടും എന്നുള്ളത്. ആ നെറ്റ്വർക്ക് അതേപോലെ ഡെപ്തിലേക്ക് 5 ലെവലിലേക്ക് പോയി കഴിഞ്ഞാലും ഡിക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, D1 നിന്നും D2 നിന്നും അൺലിമിറ്റഡ് ആയിട്ട് ജനറേഷൻ ഇൻകം കിട്ടുന്നുണ്ടാവും. അങ്ങനെ ജനറേഷൻ ഇൻകം മാത്രം ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1,69,00,000 അടുത്ത് നമ്മൾക്ക് അല്ലെങ്കിൽ 1,65,00,000 രൂപയുടെ അടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഫറൽ ഇൻകം 40% ഫിക്സഡ് ആണ്. കൂടാതെ ജനറേഷൻ ഇൻകം 5 ലെവലിൽ നമുക്ക് എന്താണ് 8% പ്രകാരം നമുക്ക് ഷെയറിൽ നിന്ന് ഇക്വലന്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇത് ഒരാളെ ഫണ്ട് എടുത്തിട്ടുള്ള ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ ആരൊക്കെയാണോ പ്രയോറിറ്റി ബേസ്ഡ് ഉള്ളത് അതിന് ആനുപാതികമായിട്ടാണ് ഈ വരുമാനം കിട്ടുന്നത്. കൂടാതെ ഗ്ലോബൽ ഷെയർ 40% ഇതിന്റെ ടോട്ടലി ഉള്ള സ്മാർട്ട് കോൺട്രാക്ട് എന്നല്ല 2 സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടുന്നു, ഗ്ലോബൽ ഷെയർ ഇൻകം കിട്ടുന്നു. കൂടാതെ റോയാലിറ്റി ഇൻകം ഇതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ നിന്ന് നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അറ്റ് എ ടൈം ആണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 20% വാല്യൂസ് എന്ത് റോയാലിറ്റി ഇൻകത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഗ്ലോബൽ ഷെയറിന്റെ സിംഗിൾ സിനാരിയോടെ മനസ്സിലാക്കിയാൽ മതി. ടോട്ടലിലെ സ്മാർട്ട് കോൺട്രാക്ട് 9 എണ്ണത്തിൽ 3 എണ്ണം വരുന്നത് ഗ്ലോബൽ ഷെയറിംഗ് ആണ്. കൂടാതെ ഈ 3 എണ്ണത്തിലൂടെ നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡയറക്റ്റ് റഫറൽ ഇൻകം കിട്ടുന്നത്. ഒരിക്കലും ജനറേഷൻ ഇൻകം ഏതിൽ കിട്ടുന്നില്ല, ഗ്ലോബൽ ഷെയർ ഇൻകം സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ള കോഡിംഗ് ചെയ്ത് വെച്ചതിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്നാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $150 ആണ്. ഈ $150 40% എന്ന് പറയുന്നത് $60 ആണ്. ഈ $60 ഈ കമ്മ്യൂണിറ്റിയിൽ ഇന്നത്തെ ഈ സമയം വരെ 100 ആൾക്കാരാണ് അസോസിയേറ്റ് ചെയ്തെങ്കിൽ 101ാമത്തെ ഒരു റെഫറൽ വന്ന് കണക്ഷൻ ആവുന്ന വേൾഡിൽ നിന്ന് എവിടെ വന്ന് കണക്ഷൻ ആവുന്നുണ്ടോ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ കോഡിങ്ങിലൂടെ എന്ത് ചെയ്യും, $60 ആ 100 വ്യക്തികളിലേക്കും ഇക്വലന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നുള്ളതാണ്. അതിനർത്ഥം ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഗ്ലോബൽ പ്രോഗ്രാം ഏറ്റെടുത്തതിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ഒരു ഷെയർ ഇൻകം മാത്രമാണ്, വേറെ ഒന്നുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ നമ്മൾ $300 ആക്സസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ $120 ഈ 100 കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഇപ്പൊ മൂന്നാമത്തെ കോൺട്രാക്ട് മാത്രം ചെയ്തവരാണെങ്കിൽ മൂന്നാമത്തതിന്റെ ഗ്ലോബൽ ഷെയറിംഗ് കിട്ടും, 6 ചെയ്തവർക്ക് 6ന്റെ ഗ്ലോബൽ ഷെയറിംഗ് കിട്ടും, 9 ചെയ്തവർക്ക് 9ന്റെ ഗ്ലോബൽ ഷെയറിംഗ് കിട്ടും എന്നുള്ളതാണ്. കൂടാതെ ഈ പ്രൊജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് ക്രിപ്റ്റോ ഏൺ ചെയ്യാം അല്ലെ. നമ്മൾക്ക് ഇതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് പാസീവ് ഇൻകം ഉണ്ടാക്കാം. എങ്ങനെയാണ് പാസീവ് ഇൻകം ഉണ്ടാക്കാം, ഇതിന്റെ ഓൺ എനർജി ടോക്കൺ കളക്ട് ചെയ്യാം. എങ്ങനെ, മാക്സിമം റഫറൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റഫറൽ നിങ്ങളുടെ ഡയറക്റ്റ് റഫറൽ എവിടെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാലും $1 ഇക്വലന്റ് ആയിട്ട് 0.25 എനർജി ടോക്കൺ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നെറ്റ്വർക്ക് പ്രകാരം നിങ്ങൾക്ക് എന്നിട്ട് ഡയറക്റ്റ് റഫറിൽ നിന്നും 0.25 എനർജി ടോക്കൺ കിട്ടുകയും ആ എനർജി ടോക്കൺ എയർ ഡ്രോപ്പിലൂടെ അല്ലെങ്കിൽ സ്റ്റേക്കിങ്ങിലൂടെ നിങ്ങൾക്ക് പങ്കെടുത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിന്റെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ നമ്മൾ അൺലിമിറ്റഡ് റഫറൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ലെവൽ ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഗ്ലോബൽ ഷെയർ ഇൻകം അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കും. കൂടാതെ നമ്മൾ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നതിലൂടെ നമ്മൾക്ക് ഇതിന്റെ ലോയൽ കസ്റ്റമർ ആയതിന്റെ ഭാഗത്തിൽ നമ്മൾക്ക് എന്ത് കിട്ടും, റോയാലിറ്റി ഇൻകം കിട്ടും എന്നുള്ളതാണ്. ഇവിടെ കിട്ടുന്ന റോയാലിറ്റി ഇൻകം നമ്മൾക്ക് എന്താണ്, 4 ക്രൈറ്റീരിയ 4 ലെവൽ റാങ്കിങ് സിസ്റ്റത്തിലാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ മനസ്സിലാക്കും. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനർജി ടോക്കൺ ആണ്. ഈ എനർജി ടോക്കൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് റെഫറൽ അല്ലെങ്കിൽ നമ്മൾ ഈ സ്മാർട്ട് കോൺട്രാക്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് $1 ഇക്വലന്റ് ആയിട്ട് ഒരു എനർജി ടോക്കൺ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാളെ കിട്ടാൻ വേണ്ടി പോകുന്ന അസറ്റ് എന്താണ്, ഈ ക്രിപ്റ്റോ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഓൺ കറൻസി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് 0.50 പ്രൈസിലാണ്. ഇത് ഓപ്പൺ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 0.50 പ്രൈസിലാണ്. അങ്ങനെ ഒരു $1050 പ്രകാരം ഇൻവെസ്റ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത വ്യക്തിക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എത്രയാണ്, $1050 ആണ്. ഈ $1050 കണക്കായിട്ട് 1050 കോയിൻ ഫോർജ് ടോക്കൺ കിട്ടുകയും
അത് 0.50 മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം നമ്മളെ അസറ്റിന്റെ 50% നമുക്ക് അവിടെ റിട്ടേൺ അതിലൂടെ എടുക്കാം എന്നുള്ളതാണ്. $575 നമുക്ക് കിട്ടും. കൂടാതെ നമ്മൾ എത്ര റെഫറൽ ക്രിയേറ്റ് ചെയ്യുന്നോ ഞാൻ പറഞ്ഞതുപോലെ അതിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ യൂട്ടിലിറ്റി ടോക്കൺ നമ്മൾക്ക് ഏൺ ചെയ്യാം. ആ ഏൺ ചെയ്ത യൂട്ടിലിറ്റി ടോക്കൺ നമുക്ക് മൈനിങ്ങിലൂടെ പങ്കെടുത്തുകൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗെയിമിങ്ങിൽ പങ്കെടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ NFT മാർക്കറ്റ് പ്ലേസിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എയർ ഡ്രോപ്സിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ആ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എനർജി ടോക്കൺ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഇതില് റോയാലിറ്റി കിട്ടുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ടിന്റെ ലോയൽ കസ്റ്റമറിന്റെ ഭാഗമായത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റോയാലിറ്റി ഇൻകം കിട്ടുന്നത് എന്നുള്ളതാണ്. ഇവിടെ 4 ക്രൈറ്റീരിയ ഇവിടെ മാച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എനർജി ടോക്കൺ അല്ല NFT ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് എന്താണോ ആ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമ്മൾ ടീമൊക്കെ എത്ര സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമ്മൾ എത്തിപ്പെട്ട് അവരെന്ത് ചെയ്തു വരുമാനത്തിന് അല്ലെങ്കിൽ അവർക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ കിട്ടുന്ന ഇൻകം ആണ് ഇത് റോയാലിറ്റി ഇൻകം. ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 9 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 9 സ്മാർട്ട് കോൺട്രാക്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് $4050 ആണ്. അപ്പൊ അത് ചെയ്യുന്നതിന്റെ പ്രകാരം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ റോയാലിറ്റീന്റെ ഓണർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ആ ഓണർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയതുപോലെ നിങ്ങളെ ഡയറക്റ്റ് റെഫറൻസ് 5 ആൾക്കാർ മിനിമം നിങ്ങൾ എന്ത് ചെയ്യാം, ആ റോയാലിറ്റി കിട്ടുന്ന വ്യക്തികളെ ആക്കി മാറ്റാൻ അവരെ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും, അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ടാവും. ഈ ഗ്ലോബലി ഫസ്റ്റ് ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് അവർക്കൊക്കെ എന്തുണ്ടാവും, ബാക്ക് എൻഡിൽ വരുന്ന ഗ്ലോബൽ ഷെയറിംഗം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങൾ അങ്ങനെ 5 റെഫറൽ നിങ്ങൾ ഗ്ലോബൽ ഷെയറിന്റെ ജനസിസ് റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് റെഫറലിനെ ജനസിസ് റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഈ റോയാലിറ്റി ഇൻകത്തിന്റെ 20% ഷെയർ കിട്ടുന്ന ഒരു വ്യക്തിയായി മാറും എന്നുള്ളതാണ്. റോയാലിറ്റി NFT പൂളിലേക്ക് എത്രയാണോ ഇതിന്റെ വാല്യൂ ഡിസ്ട്രിബ്യൂഷൻ മാറ്റി വെച്ചിരിക്കുന്നത് അതിന്റെ 20% നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. R1 എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് പൈനിയർ റാങ്കിങ്ങിലാണ്. അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡയറക്റ്റ് റെഫറൻസിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മതി. നെക്സ്റ്റ് നിങ്ങൾ അടുത്തൊരു റാങ്കിങ്ങിലേക്ക് എത്തണമെങ്കിൽ ഈ 5 ഡയറക്റ്റ് റെഫറൻസിൽ അവർക്ക് എന്ത് ചെയ്യണം, അവർക്കും ക്രൈറ്റീരിയ ഉണ്ട്. 5 ആൾക്കും 5 ആൾക്കാരെ ഡയറക്റ്റ് ബേസിക് എലിജിബിലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ 9 സ്മാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ ആ ഒരു റാങ്കിങ്ങിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അവർക്കും അതിലൂടെ വരുമാനം കിട്ടുകയും കൂടാതെ നിങ്ങളെ ശേഷം വന്നിരിക്കുന്ന ആ 5 ആളുടെ 25 പേര് വെറും ജനസിസ് റാങ്കിലേക്ക് എത്തുകയും നിങ്ങൾ ഓട്ടോമാറ്റിക് വിഷണറി റാങ്കിങ്ങിൽ എത്തുകയും നിങ്ങൾ ജനസിസ് റാങ്കിൽ ഉണ്ടായിരുന്ന 5 റെഫറൽ പൈനിയർ റാങ്കിങ്ങിൽ എത്തിയിട്ട് 20% റോയാലിറ്റി ഇൻകം ആകുന്ന വ്യക്തികളായി മാറും. നിങ്ങൾ 30% റോയാലിറ്റി ഇൻകം വ്യക്തികളായി മാറും എന്നുള്ളതാണ്. അത് പ്രകാരം നെക്സ്റ്റ് ഒരു 125ന്റെ നെറ്റ്വർക്ക് നിങ്ങൾ അവിടെ റോയാലിറ്റിന്റെ ബേസിക് എലിജിബിലിറ്റിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ട്രയൽ ബേസിൽ എന്ന് പറയുന്ന ഇതിന്റെ ടോപ്പ് റാങ്കിങ്ങിലേക്ക് 50% വരുമാനം കിട്ടുന്ന വ്യക്തിയായി മാറുകയും നിങ്ങൾ 5 റെഫറൽ അവരെന്തായി മാറും, അവർ വിഷണറി റാങ്കിങ്ങിലേക്ക് 30% വരുമാനം വാങ്ങുന്നവരും അതിനുശേഷം വന്നിരിക്കുന്ന 25 പേര് എന്താവും ഈ 20% റെഫറൽ ജനറേഷൻ അല്ലെങ്കിൽ ഈ പൈനിയർ റാങ്കിലോടുകൂടി റോയാലിറ്റി ഇൻകം കിട്ടുന്ന വ്യക്തികളായി മാറുകയും അതിന്റെ ഒരു നെറ്റ്വർക്ക് 625 നെറ്റ്വർക്ക് അത്രയും ആൾക്കാർ നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രകാരം റോയാലിറ്റിക്ക് എലിജിബിൾ ആവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഒരു സമൂഹം തന്നെ നാളെ ഇന്ന് നമ്മൾക്ക് ഒരു ജോലി ചെയ്ത് കിട്ടുന്ന സാലറിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബോണസുകൾ കിട്ടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് റോയാലിറ്റിന്റെ ക്രൈറ്റീരിയന്റെ കാലഘട്ടമാണ്. ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം നേടാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഈ PDF-ന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ പുതിയ ആരൊക്കെയാണോ ഇതിൽ ന്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അവർക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ടീം ലീഡേഴ്സുമായിട്ട് അത് PDF വാങ്ങുക, ഇത് ജസ്റ്റ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബി എമംഗ് ദി ഫസ്റ്റ് മൂവ്സ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡോപ്ഷന്റെ ഭാഗമായി ഫസ്റ്റ് ഏർലി ഇതിൽ കയറി നിൽക്കുന്ന വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. നമ്മൾക്ക് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് വേൾഡിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ ഒരു പ്രൊജക്ട് എംപവറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റൈസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി എംപവറിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഫസ്റ്റ് ഏർലി അല്ലെങ്കിൽ ഏർലി ബേർഡ് ആയി വന്നതിന്റെ ഭാഗമായി അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ അഡോപ്ഷനിൽ നിന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് വരുമാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഈ മാസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ പ്രകാരം അൺലിമിറ്റഡ് ആയിട്ട് ക്രിപ്റ്റോ നമ്മൾക്ക് എന്ത് ചെയ്യാം, റൈസ് ചെയ്തെടുക്കാം. ഇതിവിടെ നോ ഹിഡൻ ഫീ, ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഫീ ഇല്ല. ഒളിഞ്ഞു കടന്നുകൊണ്ട് ഒരു അഡ്മിൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല.
എന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ നമ്മൾക്ക് 100% ക്രിപ്റ്റോ ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഇന്നത്തെ വേൾഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ വെബ്3 ടെക്നോളജിയിൽ 100% വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യുന്നവർക്കും ഒരു വർക്ക് ചെയ്യാതെ കടന്നുറങ്ങുന്ന വ്യക്തികൾക്കും അവർ ഉറങ്ങുന്ന സമയത്ത് പോലും അവരുടെ വാലറ്റിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് USDT പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ, അസറ്റുകൾ, സ്റ്റേബിൾ കറൻസികൾ എത്തുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഏത് കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട്. ഇവിടെ നമുക്ക് 100% പറയാം, നിങ്ങൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമെന്ന് പറയാം. പക്ഷെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്ട് ഇന്ന് വേൾഡിൽ ഉണ്ടെങ്കിൽ അത് കോയിൻ ഫോർജ് ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. ദ റൈറ്റ് പ്ലേസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വ്യക്തമായി നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ്, ഒരു ഏരിയ ആണ് ഇത് കോയിൻ ഫോർജ് എന്നുള്ളത്. സോ എന്റെ ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, വ്യക്തമായി ഇനി നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ന്യൂവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന, പുതുതായി വന്നിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്ക് ഈ പ്രൊജക്ടിനെ കുറിച്ച്